ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ വലിയൊരു ഭാഗം ചെലവഴിക്കുന്നത് ഗൃഹാന്തരീക്ഷത്തിലാണ്. ഗാർഹികമായ ജീവിതം നയിക്കുന്ന ഒരു നേതാവ് ജീവിതത്തിലെ വലിയ ഒരു സമയവും കുടുംബത്തിൻ്റെ കൂടെ, ഭാര്യ മക്കളുടെ കൂടെ ആയിരിക്കും. എങ്ങനെയൊക്കെയാണ് പെരുമാറിയത്, അവരോട് എങ്ങനെയാണ് അനുവർത്തിച്ചത്, അവിടെയാണ് മതം, അവിടെയാണ് ജീവിതം. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ നാനോന്മുഖമായ ഭാഗങ്ങൾ ഇസ്ലാമികമായിരിക്കണം, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് അനുശാസനകൾക്ക് വിധേയമായിരിക്കണം എന്ന് പഠിപ്പിച്ച ഒരു ദർശനമാണ്, മതധർമ്മമാണ് ഇസ്ലാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ അവിടുത്തെ കുടുംബത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞുകൂടിയത് എന്നറിയുമ്പോഴാണ് ഇസ്ലാമിക പാഠത്തിൻ്റെ വലിയൊരു ഭാഗം നമുക്ക് ലഭിക്കുക. വിശിഷ്യ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധന മുറകൾ പോലും കൂടുതൽ നിർവഹിച്ചിരുന്നത് അവിടുന്ന് വീട്ടിൽ വെച്ചായിരുന്നു എന്ന് പ്രമാണങ്ങളിലുണ്ട്. ഫറളായ നമസ്കാരം മദീന പള്ളിയിൽ തൻ്റെ അനുചരന്മാരൊത്ത് നിർവഹിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായ നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത് തൻ്റെ വീട്ടിലേക്ക് ചെന്ന് ഗൃഹാന്തരീക്ഷത്തിലെ ഏകാന്തതയിൽ വെച്ചായിരുന്നു എന്ന് സ്വഹീഹായ നിവേദനങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ തിരുനബിയുടെ അടുക്കളയിൽ, അന്തരീക്ഷത്തിൽ, വീട്ടിൽ, മണിയറയിൽ എങ്ങനെയൊക്കെയാണ് അവിടുന്ന് പെരുമാറിയത് എന്നതാണ് ഒരു മുസൽമാന്റെ ജീവിതത്തിലെ വലിയൊരു മാതൃകാഭാഗം. ഇത് പഠിക്കുവാനുള്ള വഴിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നിമാരിലൂടെ, ഭാര്യമാരിലൂടെ നമുക്ക് ലഭിച്ചത്. അത് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച, നിവേദനം ചെയ്ത സഹധർമ്മിണിയാണ് ബീവി സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് തിരുനബി തന്നെ പറഞ്ഞത്, ഹുദൂ ഷത്റ ദീനിക്കും മിൻ ഹാദിഹിൽ ഹുമൈറാ, നിങ്ങളുടെ മതധർമ്മത്തിന്റെ അർദ്ധഭാഗം നിങ്ങൾ ഈ പെൺകൊടിയിൽ നിന്ന് സ്വീകരിക്കണം. അൽ ഹുമൈറാ, ആയിഷ ബീവിയെ മധുരപൂർവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിരുന്ന ഓമനപ്പേരാണത്. വെളുത്തു തുടുത്ത, മുഖത്ത് ചുമപ്പ് നിറത്തിന്റെ വർണ്ണം സ്ഫുരിക്കുന്ന സൗന്ദര്യത്തിന്റെ പേരാണ് അൽ ഹുമൈറാ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയെ അങ്ങനെയാണ് തിരുനബി പലപ്പോഴും വിശേഷിപ്പിച്ചത്. നിങ്ങളുടെ മതധർമ്മത്തിന്റെ പകുതി ഭാഗവും നിങ്ങൾ ഈ പെൺകുട്ടിയിൽ നിന്ന് സ്വീകരിക്കൂ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് വിവക്ഷയുണ്ട്. ഒന്ന്, ആയിഷ ബീവി കുടുംബ വിവരങ്ങൾ എത്ര പറഞ്ഞാലും അത് വിശ്വാസയോഗ്യമാണ് എന്നർത്ഥം. അത് നിങ്ങൾക്ക് പഠിക്കുവാനുള്ള സോഴ്സ്, കേന്ദ്രമാണ് ബീവി ആയിഷ എന്ന സാക്ഷ്യമാണ് തിരുനബി ഈ ഹദീസിലൂടെ സമൂഹത്തിന് നൽകിയത്. മറ്റൊന്ന്, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ പകുതി ഭാഗം കുടുംബാന്തരീക്ഷമാണ്. ഭക്തിയുടെ മാർഗം എന്ന് പറഞ്ഞാൽ ചില ആധ്യാത്മിക ഇടപാടുകൾ, ആചാരങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയവർക്കുള്ള മറുപടിയാണിത്. മനുഷ്യ ജീവിതത്തിന്റെ പകുതി ഭാഗം കുടുംബവുമൊത്തുള്ള ജീവിതമാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഹുദൂ ഷത്റ ദീനിക്കും, നിങ്ങളുടെ ദീനിന്റെ പകുതി ഭാഗം ആയിഷയിൽ നിന്ന് നിങ്ങൾ പകർന്നെടുക്കുകയും. അതാണ് ആയിഷ ബീവി നിർവഹിച്ചത്.